ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മലങ്കര സഭയുടെ 8ാമത്തെ കാതോലിക്കയായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ ബാവാ തിരുമേനിയുടെ ദൈവസന്നിധിയിലേക്ക് യാത്രയായതിൻ്റെ 9ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് ഈ ദേവലോക അരമന ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും ആ പുണ്യപിതാവിൻ്റെ ഖബറിൽ ധൂപപ്രാർത്ഥന നടത്തുവാനും തക്കവണ്ണം അവസരം ലഭിച്ചു. പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവാ തിരുമേനിയെ ഞാൻ ആദ്യം കാണുന്നത് 1984 മാവേലിക്കര പുതിയകാവ് പള്ളിയിൽ വെച്ച് നടക്കുന്ന അവരുടെ സ്ഥാനാരോഹണ ശുശ്രൂഷയുടെ സന്ദർഭത്തിലാണ്. പൗലൂസ് മാർ മിലിത്തിയോസ് എന്ന പേരിൽ മലങ്കര സഭയ്ക്ക് 5 മെത്രാപ്പൊലീത്താമാർ വാഴിക്കപ്പെട്ടപ്പോൾ ആ ശുശ്രൂഷയിൽ ആദ്യോടന്തം സംബന്ധിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. അന്നാണ് ഞാൻ തിരുമേനി ആദ്യം കാണുന്നത്. അതിനുശേഷം അങ്ങനെ അടുത്ത് ഇടപെടുന്നതിനൊന്നും വലിയ സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ ഞങ്ങൾ സെമിനാരി വിദ്യാർത്ഥികൾ, സെമിനാരി ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുടെ അമ്മ മരിച്ചപ്പോൾ അങ്ങ് വടക്ക് കണ്ണൂർ അവരുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കുന്നംകുളം അരമനയിൽ ഇറങ്ങി. അന്നാണ് തിരുമേനിയെ അടുത്ത് സത്യത്തിൽ ഒന്ന് കാണുവാനും സംസാരിക്കാനുമൊക്കെ ആയിട്ടുള്ള അവസരം ലഭിച്ചത്. സെമിനാരിയിൽ തിരുമേനി വരുമ്പോഴൊക്കെ കാണുകയും കൈമുത്തിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അടുത്ത് സംസാരിക്കുവാനും അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റാലിറ്റി അത് മനസ്സിലാക്കുവാനും തക്കവണ്ണം ഇടയായത്. ഞങ്ങൾ അവിചാരിതമായി ചെന്ന് കയറി തിരുമേനി വളരെ ഉത്സാഹത്തോടെ ഈ വിദ്യാർത്ഥികളെ മുഴുവൻ സൽക്കരിക്കുവാനും അതിഥികൾ എന്നുള്ള നിലയിൽ ഞങ്ങളെ ബഹുമാനപൂർവ്വം സ്വീകരിക്കുകയൊക്കെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആ ആതിഥ്യ മര്യാദ, ഹോസ്പിറ്റാലിറ്റി ഇന്ന് സത്യത്തിൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സംഗതിയാണ്. അതിനുശേഷം തിരുമേനിയെ സ്മരിക്കുന്നതിൻ്റെ മനസ്സിലുള്ളത്, ഒരിക്കൽ എറണാകുളം കത്തീഡ്രൽ പള്ളിയിൽ ഒരു ഞായറാഴ്ച ദിവസം എൻ്റെ പരിചയത്തിലുള്ള ഒരാളുടെ മകൻ്റെ കല്യാണത്തിൽ സംബന്ധിക്കാൻ ഞാൻ അവിടെ എത്തി. അപ്പം തിരുമേനിയും ആ കല്യാണത്തിൽ സംബന്ധിക്കുന്നുണ്ട്. തിരുമേനിയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. തിയോബായുടെ സമയത്ത് തിരുമേനി അംശവസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തിരുമേനിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, തിരുമേനി ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, തിരുമേനി എൻ്റെ പേര് കുർബാനയിൽ ഓർക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ അച്ഛനാണ് ഇന്ന് കുർബാന ചൊല്ലേണ്ടത്. ഞാൻ പറഞ്ഞു, തിരുമേനി ജനങ്ങളെ തിരുമേനി കുർബാന ചൊല്ലുന്നത് പ്രതീക്ഷിച്ച് വരുന്നതല്ലേ, തിരുമേനി ഇന്നിവിടെ കുർബാന ചൊല്ലുന്നുണ്ട് അനുഷ്ഠിക്കുന്നുണ്ടെന്നുള്ളത് പ്രതീക്ഷിച്ച് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബർത്ത്ഡേയിൽ തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കുർബാന ചൊല്ലുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞ് നിർബന്ധപൂർവം അന്ന് ആ ഒരു സംഗതിയും എൻ്റെ മനസ്സിൽ രണ്ടാമതായിട്ട് നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ്. അതിനുശേഷം പിന്നെ നിയുക്ത കാതോലിക്കയായിട്ടാണ് അടുത്തിടപെട്ട ഒരു സംഭവം ഞാൻ ഓർക്കുന്നത്. അത് നാഗ്പൂർ സെമിനാരിയിൽ എൻ്റെ ഗവേണിംഗ് ബോർഡ് മീറ്റിങ്ങിന് വന്ന സന്ദർഭത്തിൽ കുറച്ച് ദിവസം അവിടെ താമസിക്കുകയും അന്ന് എന്നോടൊപ്പം അതിൻ്റെ ആ ദിവസങ്ങളിലൊക്കെ സെമിനാരിയുമായി ബന്ധപ്പെട്ടത്, സഭയുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും അന്നത്തെ അവിടുത്തെ സാഹചര്യത്തിലെ ലളിതമായ പരിമിതിക്കുള്ളിൽ വളരെ സന്തോഷത്തോടെ താമസിക്കുകയും അതോടൊപ്പം തന്നെ നാഗ്പൂർ സെമിനാരി വന്ന് കണ്ട് അതിൽ അഭിമാനിക്കുകയും ഒക്കെ ചെയ്തത് പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്ന സംഗതിയാണ്. പിന്നെ 2008 സെപ്റ്റംബറിൽ പാമ്പാക്കുട വെച്ച് നടന്ന അസോസിയേഷനിൽ ഞങ്ങളെയൊക്കെ 7 പേരെ മെത്രാപ്പൊലീത്താമാരായിട്ട് തിരഞ്ഞെടുത്ത ആ സന്ദർഭത്തിൽ അതിന് നേതൃത്വം കൊടുത്ത ദിദിമോസ് ബാവാ തിരുമേനിയോട് ചേർന്ന് നിന്ന് നിയുക്ത കാതോലിക്കയായി അദ്ദേഹമാണ് നേതൃത്വം കൊടുത്തത്. അതിനുശേഷമുള്ള ഞങ്ങളുടെ പരിശീലനവും കാര്യങ്ങൾക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വവും താല്പര്യമുണ്ടായിരുന്നു.
മെത്രാപ്പൊലീത്ത ആയതിനു ശേഷവുമൊക്കെ വളരെ അടുത്ത് ഇടപെടുന്നതിന് വേണ്ടി സാഹചര്യം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് സത്യത്തിൽ ജൂലൈ 20 ഏലിയ ദീർഘദർശിയുടെ ഓർമ്മ ദിവസം കൂടിയാണ്. ഏലിയ ദീർഘദർശി രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-19 അധ്യായങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു സംഭവത്തെപ്പറ്റി ആഹാബ് രാജാവും ഭാര്യ ഇസബെല്ലയുമായിട്ടുള്ള കൂടിക്കാഴ്ചയും പോരാടുന്നതും അവരോട് പോരാടി യഹോവയുടെ മഹത്വം കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ആ സംഭവം പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-19 അധ്യായത്തിൽ. യഹോവയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് യഹോവയുടെ അരുളപ്പാടനുസരിച്ച് ആഹാബിൻ്റെ തിന്മയ്ക്കെതിരെ ശക്തമായി പോരാടിയ ഏലിയ പ്രവാചകനെ നമ്മൾ ഇന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സത്യത്തിൽ പൗലോസ് ദിദിയൻ ബാവായുടെ ഓർമ്മകളും അതിനോട് ചേർന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം കടന്നു വരികയാണ്. ഭാരതസഭയെ മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകത്തിൽ കാത്തുസൂക്ഷിക്കുവാൻ തക്കവണ്ണം ഏലിയാവിൻ്റെ ആത്മാവോടെ ഒറ്റയ്ക്ക് നിന്ന് പോരാടേണ്ട അനുഭവം പൗലോസ് ദിദിയൻ ബാവായിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പൗലോസ് ദിദിയൻ ബാവായെ പറ്റി ഈ ദിവസങ്ങളിലൊക്കെ അനേകം അനുസ്മരണങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു സംഗതി, മലങ്കര സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്തെത്തിയ ഈ പിതാവ് മലങ്കര സഭയുടെ ഏറ്റവും താഴ്ന്ന ശ്രേണിയിലെ സ്ഥാനത്തേക്ക് വരുന്ന മുതൽ പരമാധ്യക്ഷ സ്ഥാനം വരെയുള്ള എല്ലാ തലങ്ങളിലും ആ സ്ഥാനത്തിനു വേണ്ടി എന്തെങ്കിലും കരുതിക്കൂട്ടി ചെയ്ത് പ്രവർത്തിച്ചതായിട്ട് ആരും പറഞ്ഞു കേട്ടില്ല എന്നുള്ളതാണ്. സെമിനാരിയിൽ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഡിഗ്രി റിസൾട്ട് വന്നു. അപ്പോൾ പാസ്സായിട്ടില്ല. അപ്പോൾ സെമിനാരിയിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ച ഡിഗ്രി എനിക്ക് സെമിനാരിയിൽ പോകാൻ ഈ വർഷം ദൈവനിയോഗമില്ല എന്ന് സ്വയം തീരുമാനിച്ച് ഡിഗ്രി പാസ്സായി വീണ്ടും സെമിനാരിയിൽ വന്ന് മെത്രാപ്പോലീത്ത സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനുവേണ്ടി ഒന്നും ശ്രമിക്കാതെ മാത്യൂസ് പ്രഥമൻ ബാവായുടെ പ്രത്യേക താല്പര്യത്തിൽ ആ സ്ഥാനത്തേക്ക് കടന്നു വന്ന് കാതോലിക്ക സ്ഥാനവും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകമായ വ്യക്തിപരമായ താല്പര്യങ്ങൾ അതിനോട് കാണിക്കുകയോ അതിനുവേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യാതെ ദൈവനിയോഗപ്രകാരം അദ്ദേഹം ഈ സ്ഥാനങ്ങളെല്ലാം തന്നെ മലങ്കര സഭയുടെ ഏറ്റവും താഴ്ന്ന സ്ഥാനം മുതൽ പരമാധ്യക്ഷ സ്ഥാനം വരെയുള്ള തലങ്ങളിൽ അങ്ങനെ ഒരു പാരമ്പര്യം, ഒരു ലെഗസി മലങ്കര സഭയ്ക്ക് നൽകിയിട്ടാണ് ആ പിതാവ് പോയിരിക്കുന്നതെന്നുള്ളതും പൗലോസ് ദിദിയൻ ബാവായെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും പഠിക്കേണ്ട പാഠങ്ങളാണ്. സ്ഥാനമാനങ്ങളും മറ്റ് സൗകര്യങ്ങളുമൊക്കെ നേടിയെടുക്കുവാൻ മനുഷ്യൻ എപ്പോഴും സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ച് തനിക്ക് അനുകൂലമാക്കാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പൗലോസ് ദിദിയൻ ബാവ നൽകുന്ന മാതൃക എപ്പോഴും നമ്മളെല്ലാവർക്കും അത് വലിയൊരു പാഠമാകേണ്ടതാണ് എന്നുള്ളതും പ്രത്യേകമായിട്ട് ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. എല്ലാ മാസത്തിലും കുറേ ദിവസം ഞാലിയാകുഴിയിൽ ദേറായിൽ ചെന്ന് മൗനമായിരിക്കുന്ന ശീലം അദ്ദേഹത്തിനുണ്ട്. അത് ഒരു സന്യാസ പിതാവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ മാതൃകയാണ്. ആ സന്ദർഭത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള സഭയുടെ സങ്കീർണമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ആണെങ്കിൽ പോലും അതിനകത്ത് നിഷ്ഠ പാലിച്ചുകൊണ്ട് സംസാരിക്കാതെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തക്കവണ്ണം എഴുതി കാണിക്കുകയും അതിന് മറുപടി എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആ നിഷ്ഠ, ദിവസങ്ങളോളം വരുന്ന ആ മൗനം, അത് സന്യാസ ജീവിതത്തിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ ഇച്ഛകളെ താല്പര്യങ്ങളെയും ഒക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ തക്കവണ്ണമുള്ള ആ വലിയൊരു ശക്തി ആ മൗനത്തിലൂടെ ആർജിച്ചെടുത്ത മാതൃകയായ പിതാവാണ്. പ്രാർത്ഥനയും നോമ്പും അനുഷ്ഠാനങ്ങളുമൊക്കെ സഭാജീവിതം
അനുഷ്ഠാനപരമാണ് എന്നുള്ളതൊരു സത്യമാണ്. ഇന്നത് കുറഞ്ഞു വരുന്നുണ്ട്. അനുഷ്ഠാനങ്ങൾക്ക് വലിയ പ്രാധാന്യം, അനുഷ്ഠാനങ്ങളൊക്കെ അത് ഒരു വലിയ നിർബന്ധമുള്ള കാര്യങ്ങളല്ല എന്നും, മറിച്ച് സഭാപിതാക്കന്മാർ ഭരണകർത്താക്കളാണ് എന്നുള്ളതും, ഭരണമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്നുള്ളത്. ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മെത്രാപ്പൊലീത്താമാരും, ഇടവകയുടെ ചുമതല വഹിക്കുന്ന വൈദികരും, സഭയുടെ ചുമതല വഹിക്കുന്ന മേലധ്യക്ഷനുമൊക്കെ അനുഷ്ഠാനപരമായ ജീവിതത്തിനേക്കാൾ ഭരണപരമായ നൈപുണ്യം കാണിക്കണം എന്നുള്ളത് ചിലപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ ആയി കാണപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് മലങ്കര സഭയിലും മറ്റ് സഭകളിലൊക്കെ കാണുമായിരിക്കും. പക്ഷെ ഓർത്തഡോക്സ് സഭകളെ സംബന്ധിച്ചിടത്തോളം നേതൃത്വത്തിൻ്റെ അനുഷ്ഠാനങ്ങളിലുള്ള താല്പര്യവും അതിൻ്റെ സമർപ്പണവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അനുഷ്ഠാനം കേവലമായ അനുഷ്ഠാനങ്ങളല്ല, മറിച്ച് അനുഷ്ഠാനങ്ങളുടെ അർത്ഥപൂർണമായ അനുഷ്ഠാനം, അതിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടുകൊണ്ടുള്ള നോമ്പ് മുതലുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും, പ്രാർത്ഥനകളുടേത്, യാമപ്രാർത്ഥനകളുടേത്, രഹസ്യപ്രാർത്ഥനകളുടേത്, കുമ്പിടിയിലിൻ്റേത്, അങ്ങനെ പറയുന്ന മലങ്കര സഭയുടെ, ഓർത്തഡോക്സ് സഭകളുടെ, മലങ്കര സഭ സ്വാംശീകരിച്ചിരിക്കുന്ന പുരാതനമായ പിതാക്കന്മാരിലൂടെ കൈമാറി നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഷ്ഠാനങ്ങളുടെ താല്പര്യങ്ങൾ നേതൃത്വങ്ങളിൽ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ പൗലോസ് ദിദിയൻ ബാവായുടെ ജീവിതം നമുക്കൊരു വലിയ വെല്ലുവിളിയായിട്ടുണ്ട് എന്നുള്ളതും, ആ ജീവിതം നൽകിയ മാതൃക ഒരു വെല്ലുവിളിയായിട്ട് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതും എല്ലാവരും ചിന്തിക്കേണ്ട സംഗതി കൂടിയാണ് എന്നുള്ളതും ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്. അനേകം നല്ല മാതൃകകൾ മലങ്കര സഭയ്ക്ക് നൽകി അടുത്ത തലമുറയെ, വരുന്ന തലമുറകളെ സഭയുടെ ശ്രേഷ്ഠതയിൽ, അതിൻ്റെ മഹത്വത്തിൽ, അതിൻ്റെ അനുഷ്ഠാനപരമായ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം വഴി നടത്തിയ പുണ്യപിതാക്കന്മാരുടെ ഗണത്തിൽ ശ്രേഷ്ഠമായ ഒരു സ്ഥാനം പൗലോസ് ദിദിയൻ ബാവായിക്കൊണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയും അദ്ദേഹത്തിൻ്റെ ജീവിതവുമെല്ലാം നമുക്ക് നല്ല അനുഗ്രഹത്തിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആ പുണ്യപിതാവിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ അശ്രപൂജകൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണം അവസാനിപ്പിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.